തിരുവചനത്തിൽ പണിത 8ാമത്തെ വാതിൽ, ഇന്ന് നമ്മൾ പുതുക്കി പണിയേണ്ട വാതിലാണ്. 2-ാം അധ്യായം 28-ാം വാക്യം. നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ തന്നെ പണിതിട്ടുള്ള വാതിലുകളാണിതെല്ലാം. 3-ാമത്തെ അധ്യായം 28-ാം വാക്യം, കുതിരവാതിൽ, ഹോഴ്സ് ഗേറ്റ് എന്താണ് ഇംഗ്ലീഷ്. കുതിര ബലത്തിൻ്റെയും ശക്തിയുടെയും പ്രതീകമാണ്. പ്രത്യാശയുടെയും ബലത്തിൻ്റെയും പ്രതീകമാണ് കുതിര. ഇന്ന് ബലം നഷ്ടപ്പെട്ട ഒരു തലമുറയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ബലം നഷ്ടപ്പെട്ട മനുഷ്യർ, എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതിരിക്കുന്ന മനുഷ്യർ, എല്ലാ ബലവും ചോർന്നു പോകുന്ന മനുഷ്യർ, ചെറിയൊരു കാര്യം വരുമ്പോൾ നിരാശപ്പെട്ടു പോകുന്ന മനുഷ്യർ, ചെറിയൊരു കാര്യം വരുമ്പോൾ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്ന മനുഷ്യർ, ചെറിയൊരു വിഷമം 2 മാർക്ക് കുറഞ്ഞപ്പോൾ തൂങ്ങിച്ചാകുന്ന കുഞ്ഞുങ്ങൾ, ഒരു കച്ചവടം പൊട്ടിപ്പോയപ്പോൾ വിഷം കഴിച്ച് ചാകുന്ന മനുഷ്യർ, കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താവ് ചെറിയൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ഡിവോഴ്സ് ചെയ്യുന്ന മനുഷ്യരുടെ കാലം. ശക്തി ക്ഷയിച്ചു പോവുകയാണ്, ശക്തി ചോർന്നു പോവുകയാണ്, ശക്തി ഇല്ലാതെ പോവുകയാണ്. കുതിരവാതിലിൻ്റെ പ്രസക്തി എന്താണ്? ദൈവശക്തിയാണ് കുതിരവാതിലിൻ്റെ ശക്തി. 27-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞു, യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടില്ല. ഇത് അഹങ്കാരത്തിൻ്റെ ശബ്ദമല്ല, ഇതൊരു കുതിരയുടെ ബലമാണ്. അയ്യോ, എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിഞ്ഞ് വലഞ്ഞ ദാവീദ് ഇപ്പോൾ പറയുകയാണ്, യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? അവരെൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷയും എൻ്റെ പാറയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? ഇതാണ് കുതിരയുടെ ശക്തി. ഇന്ന് ബലം തകർന്നു പോകുന്ന കുഞ്ഞുങ്ങൾക്കും, ബലം തകർന്നു പോകുന്ന കുടുംബജീവിതക്കാർക്കും, ബലം തകർന്നു പോകുന്ന ആത്മീയ പ്രവർത്തകർക്കുമൊക്കെ ശക്തി നൽകാൻ പുതുക്കി പണിയേണ്ട ബലം പ്രാപിക്കേണ്ടതാണിത്. അലക്സാണ്ടർ ദി ഗ്രേറ്റ്, ധാരാളം കഥകൾ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവാം. ഒരു കുതിര, അദ്ദേഹം പറഞ്ഞു, ഈ കുതിരയെ അതിജീവിച്ച് അതിൻ്റെ പുറത്ത് കയറി കുഴപ്പമില്ലാതെ യാത്ര ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന വലിയൊരു സമ്മാനം. സമർത്ഥന്മാരായിട്ടുള്ള ധാരാളം ആളുകൾ വന്നു. ഓരോരുത്തർ വന്ന് കുതിരയുടെ അടുത്ത് വരും. കുതിരയുടെ അടുത്ത് വരുമ്പോഴേക്കും കുതിര കുതറിയോടും. ആർക്കും അതിന് പുറത്ത് കയറാൻ പറ്റിയില്ല. അവസാനം ഒരാൾ കടന്നു വന്ന് അദ്ദേഹം സൂക്ഷിച്ചു നോക്കി. കുതിരയുടെ പുറത്ത് കയറുന്നതിന് മുമ്പ് കുതിരയെ തെറിച്ചു നിർത്തി. എന്നിട്ട് അതിൻ്റെ പുറത്ത് കയറി സുഖമായി യാത്ര ചെയ്തു. അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് ആ പണി ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, കുതിരയുടെ മുമ്പിലൂടെ കയറാൻ ചെല്ലുമ്പോൾ കുതിര നിങ്ങളുടെ നിഴൽ കാണുകയാണ്. കുതിരയുടെ തന്നെ നിഴൽ കാണുകയാണ്. അത് ദേഷ്യപ്പെട്ട് ബഹളമുണ്ടാക്കി ആരെയും കയറാൻ സമ്മതിക്കുന്നില്ല. കുതിരയെ തിരിച്ചു നിർത്തി സൂര്യന് അഭിമുഖമായി മാറ്റി നിർത്തിയപ്പോൾ നിഴൽ കുതിരയുടെ പുറകിൽ പോയി. നിഴലപ്പോഴുമുണ്ട്, പക്ഷേ നിഴൽ പുറകിൽ പോയി. കുതിര ശാന്തമായി നിന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികളുണ്ട്, ധാരാളം നിഴലുകളുണ്ട്. കയറാൻ വയ്യാതെ വിഷമിക്കുന്ന ധാരാളം പ്രതിസന്ധികളുണ്ട്. എന്നാൽ പ്രതിസന്ധികളെല്ലാം മാറാനൊന്നും പറ്റില്ല. എന്നാൽ നിനക്ക് കുതിരയെ തിരിച്ചു നിർത്താനാവും. നിൻ്റെ പ്രതിസന്ധികൾ കർത്താവിനെ അഭിമുഖമാക്കി വെക്ക്. അപ്പോൾ പ്രതിസന്ധികൾ പിറകിപ്പോകും, നിനക്ക് മുമ്പിൽ നിൽക്കാനാവും. പ്രതിസന്ധികളെ രാവിലെ മുതൽ വൈകിട്ട് വരെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ഇന്നത്തെ പ്രതിസന്ധികൾ മാത്രം ഓർത്ത് വേദനയോടെ കഴിഞ്ഞാൽ നിനക്ക് 1 ഇഞ്ച് പോലും മുമ്പോട്ട് പോകാനാവില്ല. പ്രതിസന്ധികളെ പുറകോട്ട് ഓടിച്ചിട്ട് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിനക്ക് ആ നിഴലുകളെ പുറകിലാക്കി മുമ്പിൽ നിർത്തി കർത്താവിനെ നിർത്തുമ്പോൾ പറയും, അവനെൻ്റെ ബലവും എൻ്റെ സൈന്യവും, അവനെൻ്റെ ശക്തിയും എൻ്റെ കോട്ടയും എൻ്റെ പാറയുമാണ്, ഞാൻ ആരെ ഭയപ്പെടും?
ഇതാണ് കുതിരവാതിൽ. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ, ആത്മീയ രംഗത്തുള്ളവർ വരെ ഇന്ന് പല കാര്യങ്ങളിൽ ക്ഷീണിച്ചു പോവുകയാണ്, നിരാശപ്പെടുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ, നട്ടം തിരികെയാണ്. ദാവീദ് പറയുക, ഞാൻ യഹോവയെ എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോവുകയില്ല. നീ അവനെ നിൻ്റെ മുമ്പിൽ വെച്ചാൽ, ഞാൻ അവനെ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കും. മുമ്പിൽ വെച്ചപ്പോൾ പിന്നെ അങ്ങനെ വലതുഭാഗത്ത് വന്നു? യഹോവയെ മുമ്പിൽ വെച്ചാൽ നിനക്ക് സഹായം വരേണ്ടപ്പോൾ അവൻ നിൻ്റെ വലതുവശത്ത് നിന്നെ സഹായിക്കും. കുതിരവാതിൽ നൽകുന്ന സന്ദേശം അതാണ്. ശക്തിയുടെ വാതിലാണ്, ദൈവകൃപയുടെ വാതിലാണ്, ദൈവശക്തിയുടെ വാതിലാണ്, അഹങ്കാരത്തിൻ്റെ ശബ്ദമല്ല. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ആരെ പേടിക്കും. ഈ വാതിൽ ഇന്ന് നമ്മൾ പണിയേണ്ട, പുതുക്കി പണിയേണ്ട കാലഘട്ടമാണ്. എല്ലാവരും ഇന്ന് തളർന്നും തകർന്നും ക്ഷീണിച്ചും നിരാശപ്പെട്ടും ജീവിക്കുകയാണ്. ഇതിനൊരു ഉണർവിന് വേണമെങ്കിൽ ദൈവശക്തിയിൽ ബലപ്പെടണം. സ്നേഹിതരെ, അതുകൊണ്ട് നാം പണിയേണ്ട, പുതുക്കി പണിയേണ്ട 8ാമത്തെ വാതിലാണ് കുതിരവാതിൽ അഥവാ ഹോഴ്സ് ഗേറ്റ്.